ഹായ് ഹലോ അസ്സലാമലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മഞ്ചിഷ്ടപ്പൊടി കൊണ്ട് നമുക്കൊരു സോപ്പ് ഉണ്ടാക്കാം. അതായത് നമ്മുടെ മുഖത്തിനും നല്ല നിറം കിട്ടാനും അതുപോലെ മുഖത്തെ കുരുക്കൾ അതുപോലെ കറുത്ത പാട് അതൊക്കെ പോവാൻ ഈ മഞ്ചിഷ്ടയുടെ പൊടി കൊണ്ട് നമുക്ക് സോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് മുഖമൊക്കെ കഴുകി കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ്. ഞാനത് ഉപയോഗിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ വാങ്ങിക്കാറുമുണ്ട്. അപ്പം നല്ലൊരു സോപ്പാണ്, ആയുർവേദിക് സോപ്പാണ്. മഞ്ചിഷ്ടപ്പൊടി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇതൊരു ആയുർവേദിക് സോപ്പാണ്, എല്ലാവർക്കും യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മുഖത്തിന് നല്ല തിളക്കം കിട്ടാനും നല്ല നിറം കിട്ടാനൊക്കെ ഈ ഒരു സോപ്പ് നല്ലതാണ്. അപ്പോൾ അത് ഉണ്ടാക്കേണ്ട രീതിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതായത് ഞാൻ സോപ്പിൻ്റെ ബേസ് കട്ട് ചെയ്യണത് ഞാൻ കാണിച്ചിട്ടില്ല, കാരണം ഞാൻ നല്ലപോലെ എല്ലാതും 1 കിലോൻ്റെ സോപ്പ് ബേസൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്തതായിരുന്നു. പക്ഷേ വീഡിയോസിൽ സ്റ്റോറേജ് ഫുള്ളായ കാരണം കംപ്ലീറ്റ് പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു കഷ്ണം സോപ്പ് ബേസ് എടുത്തിട്ട് അതിലേക്ക് മഞ്ചിഷ്ടപ്പൊടി ആഡ് ചെയ്യണതാണ് ഞാനിന്ന് കാണിക്കുന്നത്. അതായത് ഞാനൊരു 400 ഗ്രാമിൻ്റെ ഒരു സോപ്പ് ബേസാണ് എടുത്തത്, കാരണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അത് കംപ്ലീറ്റും അത് സ്റ്റോറേജ് ഫുള്ളായ കാരണം കംപ്ലീറ്റ് പോയി. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണ്ടേന്ന് വിചാരിച്ചിട്ട് 400 ഗ്രാമിൻ്റെ സോപ്പ് ബേസ് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്തു. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂണ് മഞ്ചിഷ്ടപ്പൊടി ഈ ഗ്ലാസ്സിലിട്ടിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്ത് റോസ് വാട്ടർ, അതായത് മഞ്ചിഷ്ടപ്പൊടി ഒന്ന് കലങ്ങുന്ന വരെ അതിനുള്ള റോസ് വാട്ടർ നമ്മൾ മിക്സ് ചെയ്തിട്ട് നന്നായി കലക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സോപ്പ് ബേസിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മണത്തിന് വേണ്ടിയിട്ട് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ ആ ഒരു മണത്തിന് വേണ്ടിയിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായി ഇളക്കുക. എന്നതിന് ശേഷം നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനങ്ങനെ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടാണ് പോവാറ്, വിശദീകരിച്ചിട്ടൊന്നും പറയാറില്ല. പിന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ഒന്ന് വിശദീകരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഞങ്ങൾക്കും ചെയ്യാലോ എന്നൊക്കെ 1-2 കമൻറ്റൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ വിശദീകരിച്ചിട്ട് നിങ്ങൾക്കൊരു വീഡിയോസ് ഇട്ടുന്നത്. നമ്മൾ എന്ത് സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മളുടെ കൂട്ട് കൂടുതലായി കഴിഞ്ഞാൽ ആ സോപ്പ് ശരിയാവില്ല. അതുപോലെ തന്നെ സോപ്പ് ബേസ് നല്ല സോപ്പ് ബേസ് ആവണം. കൂട്ട് നമ്മൾ എന്ത് ചേർക്കുമ്പോഴും പാകത്തിന്, അതായത് 1 ടീസ്പൂൺ കണക്കിലാണ് നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. ഓവറായി കഴിഞ്ഞാൽ സോപ്പിന്, അപ്പോൾ കൂട്ട് ഓവറായി കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കിയാൽ ശരിയാവില്ല. അതിങ്ങനെ സോപ്പ് നമ്മളിങ്ങനെ ഞെക്കി വെക്കുമ്പോൾ അതിങ്ങനെ ഞെങ്ങും. അതുപോലെ തന്നെ നമ്മുടെ സോപ്പ് ബേസും നന്നായിരിക്കണം. അതുപോലെ തന്നെ കൂട്ട് ഓവറാവും ചെയ്യരുത്. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് ഒരിക്കലും നന്നാവില്ല. അപ്പോൾ നമ്മൾ എന്ത് കൂട്ടെടുക്കുകയാണെങ്കിലും ആ കൂട്ട് പാകത്തിന്, അതായത് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ കണക്കിലാണ് നമ്മൾ കൂട്ട് ആഡാക്കാൻ പാടുള്ളൂ. അമിതമായി കഴിഞ്ഞാൽ ആ സോപ്പ് നമ്മളിങ്ങനെ അമർത്തുമ്പോൾ ഇങ്ങനെ ഞെങ്ങിപ്പോവും, ഒരു കട്ടി ഉണ്ടാവില്ല. നമ്മുടെ സോപ്പ് നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമർക്ക് കൊടുത്താലാണ് നമുക്ക് ഇനിയും ഓർഡർ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളത് ചേർക്കുമ്പോൾ അത്യാവശ്യത്തിന് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിക്കുക, നല്ല മണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. അതുപോലെ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ സോപ്പ് ബേസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സോപ്പിൻ്റെ മോൾഡ് അവൈലബിൾ ആണ്. പിന്നെ ഫ്രാഗ്രൻസ് ഓയിൽ ഇപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല, നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല. അത് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇടുന്നതാണ്. പിന്നെ നമ്മുടെ കയ്യിൽ സോപ്പ് ബേസ് നല്ല ഗ്ലിസറിൻ്റെ സോപ്പ് ബേസാണ്, നല്ല സോപ്പ് ബേസാണ്. ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഒരു സാധനം കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നല്ലത് കൊടുക്കണ്ടേ, എന്നെങ്കിലേ നമുക്കത് വീണ്ടും നമുക്ക് ഓർഡർ കിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ നല്ലൊരു സോപ്പ് ബേസാണ് നമ്മൾ ഇതുവരെ എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. ആദ്യം കൊടുത്തപ്പോൾ സ്ലൈസായിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തപ്പോൾ സ്ലൈസായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കസ്റ്റമർക്കൊക്കെ അത് അവിടെ എത്തുമ്പോഴത്തേനും അത് ആകെ ഒട്ടിയിട്ടൊക്കെ അങ്ങനെ ആകുമ്പോൾ പിന്നെ എനിക്ക് തോന്നി സ്ലൈസായിട്ട് വേണ്ടാന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ ഇപ്രാവശ്യം നമുക്ക് തന്നിട്ടുള്ളത് ബാറായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സോപ്പ് ബേസ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.